നമ്മുടെ ഗ്രാനി അമ്മമ്മയുടെ വീട്ടിലോട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കും കേട്ടോ. ഇതിനകത്തുള്ള ഗ്രാനി ഒരുമാതിരി ഡി ജെ ഒക്കെ കളിച്ചോണ്ടിരിക്കുന്ന ഗ്രാനി ആട്ടോ. നിങ്ങൾ കണ്ടു കാണും, ഒരുമാതിരി ഡി ജെ പാർട്ടിയൊക്കെയാണ് നമ്മുടെ ഗ്രാനി അമ്മമ്മ നമ്മുടെ വീട്ടിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്കപ്പൊ എന്തായാലും ഒന്ന് നോക്കാം. അപ്പം ഇവിടെ എന്തോ എഴുതി കാണിക്കുന്നുണ്ടല്ലോ, ക്രൗച്ചോ എന്തോ സംഭവം എഴുതി കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗ്രാനി അമ്മമ്മ ഇവിടെ നിന്നാണ് വരുന്നത്. ഇവരിവിടെ വന്നിട്ട് ഒരു ഡി ജെ പാർട്ടി നടത്തും കേട്ടോ. നമ്മുടെ ഗ്രാനിയൊക്കെ ഫുൾ ഇപ്പൊ ഹൈടെക് ആയിരിക്കുവാണ്. അവിടെ പണ്ടത്തെ ഗ്രാനി ഒന്നും അല്ല കേട്ടോ, ഇപ്പൊ ഫുള്ള് ഹൈടെക് ഗ്രാനിയാണ്. ഡി ജെ പാർട്ടിയും കാര്യങ്ങളൊക്കെ വീട്ടിൽ നടത്തുന്നത് കേട്ടോ. ഇത് അവിടെ നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റണുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എങ്ങനെയെങ്കിലും ജയിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ജയിച്ചാലും തോറ്റാലും ഞാൻ എന്തായാലും വീഡിയോ ഇടും കേട്ടോ. നമുക്ക് എന്തായാലും നോക്കാം. ഇപ്പം നമ്മുടെ ഗ്രാനി അമ്മൂമ്മ ഒരു ഡി ജെ പാർട്ടിയൊക്കെ ആയിട്ട് വന്നിട്ട് കുറെ RGB ലൈറ്റ് ഒക്കെ ആയിട്ട് വന്നിട്ട് ഇപ്പൊ പേടിപ്പിക്കും കേട്ടോ. നമ്മുടെ അടുത്ത് സൂം ചെയ്യാനായിട്ടാണ് പറയണേ. സൂം ചെയ്ത് എവിടെ 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 ഇപ്പൊ പിടിക്കും. മിഡിൽ ഓഫ് ദ ഫോറസ്റ്റ്. എന്താ ഇവിടെ ഫോറസ്റ്റിനെ അടുത്തൊക്കെ കൊണ്ടാട്ടോ നമ്മുടെ ഗ്രാനിയമ്മ വീടൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പം പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഗായ്സ് നമ്മുടെ നമ്മുടെ ഗ്രാനിയുടെ റൂമിലോട്ടൊക്കെ നമ്മളെ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പണ്ടത്തെ കണക്കൊന്നും അല്ല, ഇപ്പൊ നല്ല ഫുള്ള് ഹൈടെക് ആണ്. കുറച്ചും കൂടെ നല്ല HD ദൃശ്യം കൂടെയൊക്കെ കേട്ടോ ഇറക്കിയിരിക്കണേ. ഇത് നമ്മളവിടെ കിണർ കാണുന്നുണ്ട്. കിണറിനകത്ത് എന്തോ പരിപാടി ഉണ്ട് കേട്ടോ. കിണറിനകത്തൊക്കെ നമുക്ക് എന്തോ എടുക്കാൻ പറ്റും. ഇവിടെ ഒരു പേപ്പർ നമ്മൾ മുമ്പ് വായിച്ചായിരുന്നു. എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ വേണേ ഇവിടെ സൈഡിൽ കാണിച്ചൊക്കെ. എനിക്ക് വെറുതെ വായിക്കുന്നതൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമില്ല. നിങ്ങൾ വേണമെങ്കിൽ വായിച്ചു നോക്കിയോ കേട്ടോ. എന്താന്ന് എനിക്ക് അറിയത്തില്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വല്ലതും ആണോ എന്ന്. ഒരു തേങ്ങ എടുത്ത് വെച്ചിട്ടില്ല. അതൊക്കെ എന്തിനടുത്ത് വെക്കാമല്ലോ ഇവർക്ക്. ഇപ്പൊ ഗായ്സ് ഇതിനകത്തൊന്നുമില്ല, ഒന്നുമില്ല. നമുക്ക് ഇതിനകത്തൊക്കെ കയറി ഹൈഡ് ചെയ്യാം. പുറത്തൂടെ പോണുണ്ട് കേട്ടോ. എനിക്ക് സൗണ്ട് കേൾക്കാണ്ട് വരുന്നുണ്ട്. എങ്ങോട്ടാണോ പോണേ? ഇപ്പൊ തുറന്നോലും വരുമോന്ന് എനിക്ക് പിടുത്തു കേട്ടോ. ഇവര് ഇതിനകത്ത് കുറച്ച് സീനാണ്, മറ്റേണക്കല്ല. കുറച്ച് നല്ല സീനാ ഇവര്. എവിടെന്നാ വരുന്നേന്ന്? മുളുസേ. നമ്മൾ അങ്ങനെയൊന്നും പെട്ടെന്ന് പിടികൊടുക്കുന്ന കൂട്ടത്തിലുള്ളതല്ല. അത് കാരണം നമ്മൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. നമ്മൾ അങ്ങനെ പെട്ടെന്നൊന്നും പിടികൊടുക്കത്തില്ല അവർക്ക്. അപ്പൊ ഗായ്സ് നമുക്കിനകത്ത് എങ്ങനെയെങ്കിലും അത് ജയിക്കാൻ നോക്കണം. നമുക്ക് ഇവിടെ എന്തോ ഒരു ടയറോ സംഭവങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു. നമ്മുടെ ഗ്രാനി അമ്മയ്ക്ക് വട്ടാണ് നിന്ന് കേട്ടോ. ഇവരുടെ വീട്ടിലെ ടയറും കാര്യങ്ങളൊക്കെ പല സ്ഥലത്തുണ്ട് കിട്ടിരിക്കുകയാണ്. നോക്കിയേ ഇവിടെ ഒരു വീല് കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ വീലെടുത്ത് അവിടെ കൊണ്ട് ഇടാം അല്ലേ. എന്തായാലും അവിടെ കൊണ്ട് ഇടുന്നത് നല്ലതായിരിക്കും തോന്നുന്നു എനിക്ക്. ഇത് ഓടാനായിട്ട് ഈ വീലിന് ഒടുക്കത്തെ വെയിറ്റ് ആട്ടോ. നമുക്ക് ഓടാനൊന്നും ഭയങ്കര ഫാസ്റ്റ് അല്ലല്ലോ, ഭയങ്കര പാട് നടക്കാനായിട്ട്. ഇത് മുക്കിക്കൊണ്ട് എനിക്ക് തോന്നുന്നു ഗ്രാനി വല്ലതും വരുവാണെങ്കിൽ നമുക്ക് ഗ്രാനിയുടെ തലമണ്ടയ്ക്കോട്ട് കൊടുക്കാം. ഇത് നോക്കി ഒരെണ്ണം. ഓ നടക്കും അങ്ങോട്ട്. ഇതിനകത്തൊന്നും ഇല്ല. ഗായ്സ് ഭയങ്കര സ്ലോ കേട്ടോ. അയ്യോ പിടിക്കല്ലേ. ഇവിടെ കിടക്കട്ടെ. എന്തായാലും അവിടെ കിടക്കട്ടെ. നമുക്ക് എന്തായാലും ആവശ്യം വരുമ്പോ പോയി എടുക്കാം. അതും കൊണ്ട് പൊക്കിക്കൊണ്ട് പോകുന്ന പരിപാടിയൊക്കെ ഭയങ്കര പാടാണ്. എനിക്കൊന്നും നമുക്ക് കാർ എസ്കേപ്പ് നോക്കണ്ട. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവരിങ്ങോട്ട് വരാനായിട്ടൊരു ചാൻസ് ഉണ്ട്. ഈ സൗണ്ട് കേട്ട് കാരണം ചിലപ്പം വരുമായിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും ഈ സമയം കൊണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് അതിലും വല്ല പരിപാടിയൊക്കെ ഉണ്ടോന്ന് നോക്കാം. ഈ ടയർ പൊക്കിക്കൊണ്ട് പോകുന്ന ഭയങ്കര മെനക്കെട്ട പരിപാടി കേട്ടോ. ഇതിനകത്ത് വല്ലതും ഉണ്ടോ? ഓ ഇത് ഇങ്ങനൊക്കെ വെച്ചിരിക്കും. നമ്മൾ എങ്ങനെ കാണാട്ടാ? ഇതിനകത്തൊന്നും ഇല്ല കേട്ടോ. തണ്ണിമത്തൻ, നമ്മുടെ വാട്ടർമെലോൺ കിട്ടി. വാട്ടർമെലോനകത്ത് നമ്മുടെ സേഫ് കീ ആയിട്ടുള്ള സേഫ് കീ. കണ്ടില്ല. ഇവർക്ക് നേരവേ കണ്ണൊന്നും കാണത്തില്ല കേട്ടോ. അത് കാരണം നല്ലൊരു പരിപാടിയാണ്. പ്രായമായില്ല, അത് കാരണം ആയിരിക്കും. ചോര ആരുടെയൊക്കെ തലയൊക്കെ വെട്ടിയിട്ടാണെന്ന് തോന്നിട്ട് ഇവിടെ.
എനിക്ക് തോന്നുന്നു ഇതിനകത്ത് എന്തോ ഒരു കീ ഉണ്ട് സത്യം പറഞ്ഞ. ഇത് സേഫ് കീ അല്ലേ? എനിക്ക് തോന്നുന്നു അവിടെ എന്തോ ഒരു സംഭവം ഇരിപ്പുണ്ട് അതിനകത്ത്. എന്തോ ഒരു കീ ഉണ്ട് അതിനകത്ത്. അയ്യോ, ഇത് നടക്കുന്നില്ലല്ലോ. ഇതൊക്കെ എടുത്ത് തിന്നാൻ പറ്റുമോ അറിയത്തില്ല കേട്ടോ. ഇവിടെ ചുറ്റിക, ഇതൊക്കെ ആരുടെ ഫോട്ടോ ആണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്? നമുക്ക് ചുറ്റിക ഇരിപ്പുണ്ട് ഇവിടെ. ഓടിക്കോ 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 ഓടിക്കോ. വരുന്നുണ്ട് വരുന്നുണ്ട്. എവിടെ ഒരു ടയർ അടപ്പുണ്ട് കേട്ടോ. ഒന്ന് പോത്തല്ല. നമ്മൾ അങ്ങനൊന്നും പെട്ടെന്ന് പേടിക്കുന്ന കൂട്ടത്തിലുള്ള അല്ല, അത് കാരണം പിന്നെ വലിയ സീനില്ല. അപ്പൊ ഗൈസ്, കാർ എസ്കേപ്പിനുള്ള 2 ടയറോടെ കിടപ്പുണ്ട്. പുറകെ ഓടി വരത്തേ ഉള്ളു, നമ്മളെ പിടി കൊടുക്കത്തില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിനകത്തോട്ടൊന്ന് നോക്കില്ല. ചോര ഇവിടൊക്കെ ആരും ഇട്ട് കൊന്നയാണ് തോന്നേട്ടോ. ഗായ്സ്, ഞാൻ ഈ ചടി കയറി ഒളിച്ചിരിക്കുവാണ്. എനിക്കറിയത്തില്ല ഇവര് നിന്റെ അടിയിൽ നിന്ന് പിടിക്കുവാന്ന്. കണ്ടാലേ പിടിക്കത്തോളം തോന്നുന്നു, അല്ലാതെ അവർക്ക് അത്രയ്ക്കുള്ള ബുദ്ധിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും നമ്മുടെ ഗ്രാനിക്ക് അത് കാരണം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇറങ്ങണോ? ഇറങ്ങിയേക്കല്ലേ. ഇവിടെ എന്തോ ആന്റിനെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കപ്പോൾ ഇതിനകത്തും കൂടെ നോക്കാം. ഇത്രയും വലിയ ഡ്രോയറും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരു തേങ്ങ എടുത്ത് വെച്ചിട്ടില്ല. ഇവരെന്താണ് ഇവർക്ക്? ഇത് നമ്മളെ പറ്റിക്കുന്നോ? നമ്മൾ ഇതിങ്ങോട്ട് പോയി നോക്കില്ലായിരുന്നല്ലോ. ആ അതെ 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 ഇട്ടിരിക്കുന്നു, നോക്കിയേ. നമ്മൾ ഇത് തട്ടുമ്പോഴത്തേക്കും തട്ടാൻ ഇട്ടിരിക്കുക കേട്ടോ. നമ്മൾ അങ്ങനൊന്നും പെട്ടെന്നൊന്നും ഹൈഡ് നമ്മൾ പെട്ടെന്ന് തട്ടി വീണായിട്ടൊക്കെ എടുത്തിട്ടിരിക്കും കേട്ടോ അവിടെ. ഗായ്സ്, നമ്മുടെ ഗ്രാനത്തുള്ള പോയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവര് ഈ സാമാനെല്ലാം കൂടി ഇത് ഇട്ടിരിക്കുന്ന കാരണം ഭയങ്കര മെനക്കേടാട്ടോ. ഇത് ഇട്ടിരിക്കുന്നു നോക്കിയേ. സൂക്ഷിച്ചും കണ്ടും പോയില്ലെങ്കിൽ എനിക്ക് ഈ സ്ഥലം അറിയാം. നമ്മൾ ഇങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അവിടെ കുറെ